എല്ലാ കൂട്ടുകാർക്കും നിധാ സെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഡിസൈൻ 3 സെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൗണ്ട് വരയ്ക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 3 റൗണ്ട് വരച്ചെടുക്കണം. 2 എണ്ണം താഴെ, മുകളിൽ ഒരെണ്ണമായിട്ട്. അങ്ങനത്തെ 3 സെറ്റാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ 2 സെറ്റ് തമ്മിലുള്ള അകലം എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ചാണ് കേട്ടോ. താഴെ ഭാഗത്തുള്ള ഈ 2 സെറ്റ് തമ്മിൽ. പിന്നെ മുകൾ ഭാഗത്തുള്ള സെറ്റ് താഴെ വരെ 3 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്, അകലം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണ സമയത്ത് ക്ലിയർ ആയിട്ട് കാണും കേട്ടോ. ഞാനിപ്പോൾ പെൻസിൽ വെച്ചാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാനില്ല. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈൻസൊക്കെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഡിസൈൻ വരച്ച് ആ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രെയിം ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പകുതി ഭാഗം മാത്രമേ നമുക്ക് സാരിയിൽ ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ബോർഡറിലല്ലേ നമ്മൾ ചെയ്തെടുക്കണേ, അതുകൊണ്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതുപോലെ വെച്ചെടുക്കുക. ഇനി ഞാൻ ഈ 2 കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 35 രൂപയാണ് ഇതിൻ്റെ വില ഒരു സെറ്റിന്. അപ്പോൾ അതുപോലത്തെ 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഒരു സ്ട്രാൻഡ്സിലാണ് നമ്മളിതിൻ്റെ ത്രെഡ് എടുക്കുന്നത്. ഒരു സ്ട്രാൻഡ്സിലെടുത്താൽ മതി. നമ്മൾ ആങ്കറിൻ്റെ ത്രെഡൊക്കെ ആകുമ്പോൾ 6 സ്ട്രാൻഡ്സ്, 2 സ്ട്രാൻഡ്സ്, 3 സ്ട്രാൻഡ്സ് അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതാകുമ്പോൾ ഒരു സ്ട്രാൻഡ്സിൽ തന്നെ 1 സ്ട്രാൻഡ്സിൽ തന്നെ എടുത്താൽ മതി. നമ്മൾ വരച്ച റൗണ്ടിൻ്റെ മിഡിലായിട്ട് നമ്മൾ ആദ്യം തന്നെ നീഡിൽ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം കേട്ടോ ആദ്യം ചെയ്യാനായിട്ട്. ഈ റൗണ്ടിൻ്റെ നമ്മൾ ഈ അറ്റം വരെ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ത്രെഡ് പിടിച്ചിട്ട് നീഡിൽ ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കുക. നോട്ടഡ് ലേസി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ പെറ്റിൽ ഇവിടെ ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് താഴെ ഭാഗത്തേക്ക് കുത്തിയിറക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോ പെറ്റിലും ചെയ്തെടുക്കുന്നത്. ഫ്ലവർ ചെയ്യൽ കഴിഞ്ഞാൽ നമുക്കിത് താഴെ ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തായിട്ട് നമ്മൾ കെട്ടിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പെറ്റലിൽ മാത്രം ഇങ്ങനെ എടുത്തിട്ട് വേണം, നീഡിലെടുത്തിട്ട് വേണം കെട്ടിടാനായിട്ട്. പിന്നെ നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ വേണം കെട്ടിടാനായിട്ട്. നമുക്കിതിൻ്റെ ഇടയിലായിട്ട് ലീഫ് ചെയ്തെടുക്കണം. അപ്പോൾ അതും ഒരു സ്ട്രാൻഡ്സിൽ 1 സ്ട്രാൻഡ്സിൽ തന്നെയാണ് നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത്. ലേസി വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്യണത്. 3 ലീഫ് വീതമാണ് 2 ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണത് കേട്ടോ. അങ്ങനെ 3 സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ലീഫ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുക. 2 പ്രാവശ്യം തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു സ്ട്രാൻഡ്സിൽ തന്നെ ത്രെഡ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഒരു നോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീഡിൽ 2 പ്രാവശ്യമാണ് ചുറ്റിയിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു
സെറ്റ് ഫ്ലവർ ചെയ്യൽ കഴിഞ്ഞു. 3 സൈഡിലേക്ക് ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3 സെറ്റാണ് നമ്മൾ ഒരു ഡിസൈനിലേക്കായിട്ട് ചെയ്തെടുക്കുന്നത്. സാരിയുടെ ബോർഡറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബോർഡറിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്